വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള ചില ചിന്തകൾ നമുക്ക് ഈ ദിവസം നടത്താം. ബൈബിൾ വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഈശോയുടെ ജനനത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ഹേറോദേസ് ഒരു വളരെ ഭയങ്കരനായ മനുഷ്യനാണെന്ന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം ഈ ജ്ഞാനികളെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? എന്തുകൊണ്ട് ദൈവം അത് ചെയ്തു? കാരണം പിന്നീട് ഹെറോദേസിൻ്റെ സഹായത്തെക്കാൾ ഉപരിയായിട്ട് വീണ്ടും ആ കൊട്ടാരത്തു നിന്ന് പുറത്തിറങ്ങുമ്പോൾ നക്ഷത്രം വന്ന നക്ഷത്രം തന്നെയാണ് അവരെ നയിക്കുന്നത്. അപ്പോൾ എത്ര നോക്കിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വരുന്നില്ല. കർത്താവ് ഇവരെ ഇവിടെ കയറ്റാതെ ആ നക്ഷത്രവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ആ കാലിത്തൊഴുത്തിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. എന്തിന് ഹെറോദേസിൻ്റെ കൊട്ടാരം വരെ കൊണ്ടുവന്നിട്ട് കർത്താവ് വെറുതെ കൊണ്ടുപോയി ഹെറോദേസിന് ഈ വാർത്ത കൊടുത്തു? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്? ഹെറോദേസ് ഇരു ചെവി അറിയാതെ, ഹെറോദേസിന് ഒരു വിവരവും കിട്ടാതെ ഈശോ ജനിച്ചു കഴിയുമ്പോൾ വേണമെങ്കിൽ ഈജിപ്തിലേക്ക് ഹെറോദേസ് പിന്നീട് അറിയാതിരിക്കുവാൻ വേണ്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഹെറോദേസിൻ്റെ അടുത്ത് ഈ ജ്ഞാനികൾ പോയി? അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉത്തരം ഇതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരാഴമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹെറോദേസ് ഒരു ദുഷ്ടനായിരുന്നിട്ട് കൂടി യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ ബാല്യകാലത്ത് തന്നെ ഈ ഹെറോദേസ് മരിക്കുന്നുണ്ട്. ആ ഹെറോദേസിൻ്റെ ജീവിതം യേശുവിൻ്റെ ബാല്യകാലത്ത് തന്നെ അവസാനിക്കുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ദൈവം ഈ ഹെറോദേസിന് യേശു ജനിക്കുന്ന വിവരം അറിയുവാനുള്ള അവൻ്റെ അവകാശത്തെ നിഷേധിക്കാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഹെറോദേസിനോട് പോലും ആ സദ്വാർത്ത അറിയിക്കുവാൻ അപകടകരമായൊരു ഗെയിം നടക്കുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കർത്താവിന് അറിയാം ഹെറോദേസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പോലും അവൻ്റെ അവകാശം, അവൻ്റെ ആ ഒരു അവസരം നിഷേധിക്കേണ്ട എന്ന് കരുതുന്ന ദൈവം ഈ ജ്ഞാനികളെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. ഹെറോദേസ് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇസ്രയേലിലെ ജ്ഞാനികൾ യേശുവിൻ്റെ വരവ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ആളുകൾ പിന്നീട് നമ്മൾ അവരുടെ വ്യത്യസ്തമായൊരു മുഖം കാണുകയാണ്. സ്വർഗീയമായ ഒരു അടയാളവും കിട്ടി 3 ജ്ഞാനികൾ അവിടെ വന്നിട്ട് യേശുവിൻ്റെ വരാനിരിക്കുന്ന രക്ഷകന്റെ വരവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനികളും ഈ ഹെറോദിൻ്റെ കീഴിലുള്ള ഹെറോദേസ് വിളിച്ചാൽ ഓടി വരുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള പണ്ഡിതന്മാരുമൊക്കെ ഏത് സ്ഥലത്താണ് യേശു ജനിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഈ ഗുരുക്കന്മാരാരും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല, പോകുന്നുമില്ല. ഇങ്ങനെയുള്ള കള്ളഗുരുക്കന്മാരാണ്. അവർക്കെല്ലാം അറിയാം. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ രക്ഷകനെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അവരാഗ്രഹിച്ചിരുന്നില്ല എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ അവർക്ക് പോലും അവസരം നിഷേധിക്കാതിരിക്കുവാൻ വേണ്ടി, ഹെറോദേസിന് മാത്രമല്ല, രക്ഷകൻ എവിടെയാണ് ജനിക്കുന്നതെന്ന് വരെ കൃത്യമായി പറയാൻ അറിയാമായിരുന്നിട്ടും രക്ഷകനെ പോയി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്ത, ദുഷ്ടത ഹൃദയത്തിലുള്ള, രക്ഷകനെ അംഗീകരിക്കാത്ത, രക്ഷകന്റെ നാമം വഹിക്കുവാൻ ആ ജനങ്ങളുടെ മുമ്പിൽ കാപട്യം കാണിക്കുന്ന ഈ പണ്ഡിതന്മാർക്ക് പോലും അവസരം നിഷേധിക്കാതിരിക്കുവാനാണ് ദൈവം അപകടകരമായി പ്രവൃത്തി ചെയ്യുവാൻ ഇടവന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വളരെ വലിയൊരു തുറവിയും സ്നേഹവും നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ ആളുകളെ നോക്കുമ്പോൾ ഇത്രയും ദുഷ്ടനായ ഹെറോദേസിൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഷ്ടന്മാരായ ആ പണ്ഡിതന്മാരുടെയും ആ ജ്ഞാനികളുടെയും ജീവിതത്തിൽ ഇത്രയും കാഠിന്യമുള്ള, കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കാഠിന്യമുള്ള പട്ടാളക്കാരുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ രക്ഷകനെ കാണുവാനൊരു അവസരം കൊടുത്തിട്ട്
വലിയ വലിയ യുദ്ധങ്ങളും വലിയ വലിയ നേട്ടങ്ങളും ഒക്കെ കൊയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഇവർക്ക് ദൈവമയക്കുന്ന രക്ഷകനെ കാണുക എന്നുള്ളതൊരു വലിയ നേട്ടമായി തോന്നിയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിക്കെതിരെ നിൽക്കാൻ ദൈവം ഇതിൻ്റെ പിൻപിലുണ്ടെന്ന് അറിയാമായിരുന്ന ഇവർ ദൈവം ഒരു അടയാളമായി നക്ഷത്രം അയച്ചു എന്ന സത്യം പോലും തിരിച്ചറിഞ്ഞവർ, പ്രപഞ്ച ശക്തികളുടെ മേൽ ആധിപത്യമുള്ളൊരു ദൈവമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞവർ ആ ദൈവത്തെപ്പോലും ധിക്കരിക്കുവാനും ആ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുവാനും സ്വന്തം കരുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം വിഡ്ഢികളായിരുന്നു. പ്രിയമുള്ളവരെ, ഈ വിഡ്ഢിത്തം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ഒരു എന്ത് പമ്പര വിഡ്ഢിത്തമാണെന്നൊരു ചിന്തയാണ് ഉണ്ടാവുന്നത്. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് ധ്യാനിക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് കടന്നു വരാം. നമ്മളും ഇത് തന്നെ ചെയ്യുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു നമ്മുടെ വീട്ടിൽ വസിക്കുന്ന അനുഭവം നമുക്ക് തരുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലെ ഏറ്റവും അധികാരമുള്ള പല വ്യക്തികളും, പല കാരണവന്മാരും, പല കുടുംബനാഥന്മാരും, ദൈവം ഊർജ്ജസ്വലതയും ചുറുചുറുക്കും നൽകിയ ചെറുപ്പക്കാരായ മക്കളും അവഗണിച്ചതോ മൂലയ്ക്ക് വച്ചിരിക്കുന്ന ഒരു പുസ്തകമായി മാറിയിട്ടില്ലേ നമ്മുടെ കർത്താവിൻ്റെ വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നും വചനത്തിൻ്റെ ശക്തിവിശേഷങ്ങളൊക്കെയും ദേവാലയത്തിൽ നിരന്തരം മുഴങ്ങി കേട്ടിട്ടും യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്നുവെന്ന് പുറത്ത് കാണിക്കുന്ന കർത്താവിൻ്റെ മക്കൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ഏതോ ഒരു മൂലയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ വച്ചിരിക്കുന്ന ബൈബിൾ ഹെറോദേസ് ആദരിക്കാതെ പോയ യേശുവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹെറോദേസിനോടും അവനോടൊപ്പം യേശുവിനെ ആദരിക്കാതെ യേശുവിനെ ഒരു വശത്തേക്ക് തള്ളി നീക്കാൻ ശ്രമിച്ച പട്ടാളക്കാരോടും ജ്ഞാനികളോടും ചേരുന്ന, അവരോട് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളുടെ വീട്ടിലെ ബൈബിളിനോട് നമ്മൾ കാണിക്കുന്ന അനാദരവ്, വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിക്കുന്ന അനാദരവ്. വിശുദ്ധ കുർബാന ദേവാലയത്തിലായിരിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന യേശുവിൻ്റെ സജീവമായ സാന്നിധ്യമാണ് ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിൻ്റെ തിരുവോസ്തി, യേശുവിൻ്റെ തിരുശരീരം. വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് തിരുശരീരവും തിരുരക്തവുമായി കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി നിൽക്കുന്നവരിൽ കയ്യും കെട്ടി ആദരവില്ലാതെ മാറി നിൽക്കുന്നവർ, ദേവാലയത്തിന് പുറത്തു നിൽക്കുന്നവർ, നാമമാത്ര ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൻ്റെ ആളുകളാണെന്ന് പറയുന്നവരാണെങ്കിൽ പോലും തിരിച്ചറിഞ്ഞുകൊള്ളുക, ഹെറോദേസിൻ്റെയും പട്ടാളക്കാരുടെയും യേശുവിനെ മാനിക്കാതിരുന്ന ജ്ഞാനികളുടെയും അതേ പ്രവൃത്തി തന്നെയാണ്. എന്നാൽ അതിൽ ജ്ഞാനികളായവരോ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവിടെ ചെല്ലുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ യേശുവിനെ ആരാധിക്കുവാനായി മനസ്സ് കാണിക്കാത്ത ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന സഹോദരങ്ങൾ അറിയാതെ ചെയ്യുന്നൊരു പ്രവൃത്തി അന്ന് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഹെറോദേസിനോടൊപ്പമായിരുന്നേനെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാനാവുകയില്ല. കാരണം ഇന്ന് ക്രിസ്തു നമ്മുടെ ഇടവകയിൽ വരുമ്പോൾ, ഇന്ന് ക്രിസ്തു നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ, അവൻ്റെ വചനം നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുമ്പോൾ ആ വചനത്തോട് കാണിക്കുന്ന നമ്മുടെ പ്രവൃത്തി നമ്മൾ ക്രിസ്തുവിൻ്റെ കാലത്ത് ഹെറോദേസിൻ്റെ സമയത്ത് നമ്മൾ അവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യാനുള്ള സാധ്യത എന്നതിൻ്റെ ഉള്ള തെളിവാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത് നമുക്ക് കാണിക്കാവുന്ന, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, യേശുവിൻ്റെ ജനനത്തിൻ്റെ ധ്യാനം നമ്മൾ നടത്തുകയാണെങ്കിൽ, യേശുവിൻ്റെ ജനനകാലത്തിൽ നടന്ന സംഭവങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ മാലാഖമാര് നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. എന്താണ് കർത്താവിൻ്റെ മാലാഖമാരെ കുറിച്ച് പറയുമ്പോൾ? ഒരു സ്വർഗീയ സൈന്യം തന്നെ യേശു ജനിക്കുന്ന ആ സമയത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, ഓശാന പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഏതാനും അടുത്ത നിമിഷങ്ങളിൽ
യേശുവാണെന്ന് തെറ്റിദ്ധരിച്ച് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കുകയാണ്. യേശുവിനെയും കൊണ്ട് അപ്പനും അമ്മയും ഓടി രക്ഷപ്പെടുകയാണ്. നിങ്ങൾ കാണണം, സ്വർഗത്തിലെ സൈന്യം അവിടെ നിന്ന് പൊയ്ക്കാണത്തില്ല, അവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. ആ സമയത്താണ് ഈ നെട്ടോട്ടമൊക്കെ. ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്തേ ഈ സ്വർഗീയ സൈന്യം അനങ്ങിയില്ല? ഈ സ്വർഗീയ സൈന്യത്തിലെ ഒരു കൊച്ചു മാലാഖ മതിയായിരുന്നല്ലോ വന്നിട്ട് ആ പട്ടാളക്കാരെ മുഴുവൻ അടിച്ച് നിലത്തിട്ട് ഓടിച്ച് മടക്കി അടിച്ച് തിരിച്ച് ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ ഒരാൾ മതിയായിരുന്നല്ലോ. ഒരു മാലാഖ ഇറങ്ങി വന്നെങ്കിൽ കുതിരകൾ ചലിക്കില്ലായിരുന്നല്ലോ, കൈ പൊങ്ങില്ലായിരുന്നല്ലോ. എന്നിട്ടും എന്തേ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നില്ല? പ്രിയമുള്ളവരെ, നമ്മൾ പിശാചിൻ്റെ സ്വാധീനമുള്ളവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെയും ദൈവമക്കളുടെ പ്രവൃത്തികളും നമ്മളിവിടെ കാണുകയാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യ മക്കളുടെ മുഷ്കിന് മുമ്പിൽ ഭവ്യതയോടെ നിൽക്കുവാൻ തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന, ക്ഷമിച്ചു കളയാൻ പറയുന്ന, ഉപദ്രവിക്കേണ്ട, വിട്ടേക്കെന്ന് പറയുന്ന ശക്തനായ ഒരു ദൈവത്തെ ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. ഇസ്രായേൽ ജനം അപകടത്തിൽപ്പെടും, അവർ പൂർണ്ണമായും ഇല്ലാതെയാക്കപ്പെടുമെന്ന് കാണുന്ന നിമിഷങ്ങളിൽ അല്ലാതെ പഴയ നിയമത്തിലും ദൈവം ഒരിടത്തും കോപാകുലനാകുന്നില്ല. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ 10 തവണയോളം മോശയുടെ കൂടെ ദൈവം ഇസ്രായേൽ ഫറവോയുടെ മുമ്പിൽ പരാജയം സമ്മതിക്കുകയാണ്, അഥവാ അവൻ്റെ അഹങ്കാരത്തിന് മുമ്പിൽ മിണ്ടാതിരിക്കുകയാണ്. ആദ്യത്തെ തവണ തന്നെ ദൈവത്തെ നിഷേധിച്ചപ്പോൾ അടിച്ചൊതുക്കേണ്ടതായിരുന്നില്ല എന്ന് എൻ്റെ കുട്ടി മനസ്സ് ചിന്തിച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ. പക്ഷെ ദൈവം ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലെ ദൈവം ഒരു ക്രൂരനാണെന്നൊക്കെ ആളുകൾ പറയുന്നത് വെറുതെയാണ്. കർത്താവ് പലപ്പോഴും തൻ്റെ ശക്തി എന്തെങ്കിലും പ്രകടിപ്പിച്ച് ഏതെങ്കിലും മനുഷ്യമക്കളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ്. ഇന്നും കർത്താവ് അത് തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ്. അല്ലാത്തിടങ്ങളിൽ തോറ്റുകൊടുക്കാനും വിട്ടുകൊടുക്കാനും പറയുന്ന ഒരു ദൈവം, മനുഷ്യമക്കളുടെ അഹങ്കാരത്തിൻ്റെ മുമ്പിൽ അടങ്ങി നിൽക്കുന്നൊരു ദൈവവും ദൈവത്തിൻ്റെ സ്വർഗീയ സൈന്യവും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഈ മാലാഖമാർ പാട്ടുപാടിയവർ വയലിനൊക്കെ പിടിച്ച് ചുമ്മാ നിൽക്കുക, അവരൊന്നും ചെയ്തില്ല. ഔസേ പിതാവ് മാതാവിനെയും കൊണ്ട് രായ്ക്ക് രാമാനം ആ കഴുതപ്പുറത്ത് ഈജിപ്തിലേക്ക് കടന്നു പോകുന്നു. ഇതാ തങ്ങൾ ആരാധിച്ച ദൈവപുത്രൻ മനുഷ്യരുടെ കരങ്ങളിലിരുന്ന് രക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുന്നൊരു കാഴ്ച കണ്ടിട്ടും അവരെ എതിർക്കാൻ വന്നവർക്കെതിരെ മാലാഖമാർ ഒന്നും പറയുന്നില്ല. പ്രിയമുള്ളവരുടെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും കർത്താവ് നമ്മളെ സഭയിലും സമൂഹത്തിലും ശാന്തതയോടെ ഇരിക്കാൻ പറയുന്നതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ഈ സ്വഭാവമുണ്ട്. കർത്താവ് ഈ ശാന്തതയിൽ നിന്ന് വളരെ വലിയ ഒരു നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ടല്ലോ സൗഭാഗ്യങ്ങൾ പറഞ്ഞപ്പോൾ. ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്താണ് യേശു നമ്മളെ പഠിപ്പിച്ചത്? യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പേരിൽ യേശുവിൻ്റെ സൈന്യം യുദ്ധം ചെയ്യാൻ യേശു സമ്മതിക്കുന്നില്ല. യേശു ശാന്തതയുടെ മാർഗമെടുക്കുകയാണ്. കാരണം യേശുവിന് ഈ ലോകത്തെ കീഴടക്കണം, ഈ ലോകത്തെ നേടണം. ഈ ലോകത്തെ നേടണമെങ്കിൽ യേശു അതിനൊരു സത്യം പറഞ്ഞു തരികയാണ്. ഈ ലോകത്തിലെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാത്തൊരു സത്യം. അന്ന് വരെ ആളുകൾ വിചാരിച്ചിരുന്നത് കോപിക്കാൻ അറിയാവുന്നവനും തല്ലാൻ അറിയാവുന്നവനും കുത്താൻ അറിയാവുന്നവനും വെട്ടാൻ അറിയാവുന്നവനുമാണ് ലോകം കീഴടക്കുന്നത്, ഭൂമി കൈവശമാക്കുന്നതെന്നാണ്. അന്ന് വരെ യുദ്ധം ചെയ്തിട്ടുള്ളവർ ഭൂമി കൈവശമാക്കുന്നൊരു ലോകത്ത് യുദ്ധം ചെയ്യാതെ വീണുകൊടുത്തും മരിച്ചു കൊടുത്തും ഇല്ലാതെയും ദേശവും മനുഷ്യഹൃദയങ്ങളും പിടിച്ചടക്കാൻ പറ്റുമെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ് യേശു. പ്രിയമുള്ളവരെ, ഹെറോദേസ് യേശുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സാമ്രാജ്യം അരക്കിട്ടുറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവനത് സാധിക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവൻ തന്നെ ഈ ലോകത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. എന്നാൽ അന്ന് തിരിച്ചു പ്രതിരോധിക്കാതെ സ്വർഗവും സ്വർഗീയ സൈന്യവും ശാന്തത കൈവരിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ ലോകം മുഴുവൻ യേശുവിന് തൻ്റെ വചനമായി എത്തിപ്പെടേണ്ടതിന് സ്വർഗീയമായ ഒരു വഴിയുണ്ട്. ആ വഴിയുടെ പേരാണ് ശാന്തശീലർ ഭൂമി കൈവശമാക്കും.
ഈ ക്രിസ്മസിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഹെറോദേസിൻ്റെ വയലൻസിന് മുമ്പിൽ, ഹെറോദേസിൻ്റെ പട്ടാളക്കാരുടെയും കൊടിയ വയലൻസിന് മുമ്പിൽ ശാന്തത കൈവരിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രത്യേകമായ ഭാവമാണ്. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ നമുക്കെതിരെ വരുമ്പോഴും അതിൻ്റെ നേരെ ശാന്തതയോടെ നിൽക്കുവാനായി ക്രൈസ്തവർക്ക് സാധിക്കുമ്പോൾ, ലോകത്തിലെ സകല തിന്മകളും ഈ ക്രൈസ്തവർക്കെതിരെ ഇളകി വന്നാലും, സഭയ്ക്കെതിരെ ഇളകി വന്നാലും, സഭ ശാന്തതയോടെ സമചിത്തതയോടെ അതിനെ നേരിടുമ്പോൾ, നൂറ്റാണ്ടുകളായി നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. തീച്ചൂളയിലേക്ക് എടുത്തിടുമ്പോൾ യേശു പഠിപ്പിച്ച ഈ പാഠം, സ്വർഗീയ സൈന്യം പഠിപ്പിച്ച ഈ പാഠം, അതെ, അവർക്ക് സാധിക്കുമായിരുന്നു. യാക്കോബും യോഹന്നാനും പറഞ്ഞു, ഞങ്ങൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കിവരെ നശിപ്പിക്കട്ടെ. യേശുവിലുള്ള വിശ്വാസത്താൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കാൻ സാധിക്കുന്ന അപ്പസ്തോലന്മാർ നിന്നുകൊടുത്തു കൊന്നുകളയുവാൻ, നിന്നുകൊടുത്തു എണ്ണയിലിടുവാൻ, നിന്നുകൊടുത്തു സിംഹത്തിൻ്റെ മുമ്പിലിടുവാൻ, നിന്നുകൊടുത്തു കുരിശിൽ തറയ്ക്കുവാൻ, നിന്നുകൊടുത്തു വാളിനിരയാക്കുവാൻ. ഒറ്റ നോട്ടം കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എന്തിനേയും ഭസ്മമാക്കാൻ കഴിയുന്ന അപ്പസ്തോലന്മാരുടെ ശാന്തമായ കീഴടങ്ങൽ. ഹല്ലേലൂയ! കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ജനനം മുതൽ സ്വർഗം കാണിക്കുന്ന ഈ ശാന്തത ലോകത്തെ കീഴടക്കാനുള്ള ശാന്തതയാണ്. ദേശങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ശാന്തതയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സമയം നമ്മളോട് കാണിക്കുന്ന ഒരു ക്ഷമയുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യുമ്പോഴും അവൻ നമ്മളോട് ക്ഷമിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവന് നമ്മളെ നേടുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു വിജയിയാകുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ കർത്താവിനെ കൊണ്ട് ക്ഷമിപ്പിക്കുന്നൊരു ഹെറോദേസാകാൻ ശ്രമിക്കാതെ, കർത്താവിൻ്റെ ക്ഷമയേറ്റ് വാങ്ങിക്കുന്നൊരു റോമ പട്ടാളക്കാരനാകാൻ ശ്രമിക്കാതെ, ഈ സമയം നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറുവാനാണ്. കർത്താവ് കാത്തിരിക്കുകയാണ്. നമ്മൾ ഒരു മൂലയ്ക്ക് തള്ളിവെച്ചിരിക്കുന്ന വീട്ടിലെ ആ വലിയ വേദപുസ്തകം നമ്മളുടെ കരങ്ങളിൽ എടുക്കുന്ന ദിവസം, ആരാധനയോടെ അത് വായിക്കുന്ന ദിവസം, വീട്ടിലെ എല്ലാവരും അത് പഠിക്കുന്ന ദിവസം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ദിവസം, ഹെറോദേസിൻ്റെ പട്ടാളക്കാരെ പോലെ അതിനെ, വിശുദ്ധ ഗ്രന്ഥത്തെ ഒരു പുസ്തകം പോലുമായി കരുതാതെ മൂലയ്ക്ക് മാറ്റിവെച്ചിട്ട് ആഡംബര വസ്തു പോലെ കണ്ടിട്ട് മുഴുവൻ സമയവും TV ഓൺ ചെയ്ത് വെച്ച് ക്രിസ്തുവിനെ അപമാനിക്കുന്ന ഭവനങ്ങളിൽ വചനം കയ്യിലെടുക്കുന്ന ദൈവമക്കൾ ഉണ്ടാകുന്ന ഒരു നിമിഷം കർത്താവ് കാത്തിരിക്കുകയാണ്. അതിനാണ് കർത്താവിൻ്റെ ശാന്തത. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ പോകുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ എളിയ ദാസരായി മാറിക്കൊണ്ട് അജ്ഞാനികളായ മനുഷ്യരെ പോലെ മുട്ടുകൾ മടക്കി അവനെ ആരാധിക്കുന്ന, കരങ്ങൾ കൂപ്പി ആരാധിക്കുന്ന വലിയ ദിവസത്തിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. അതിനാണ് കർത്താവിൻ്റെ ശാന്തത. നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഫ്രിക്ഷനാണ്. ആ ഫ്രിക്ഷനിൽ ഒരു വശത്ത് കാണുന്നത് ദൈവത്തെ അനാദരിക്കുന്ന ഒരു സംഘവും, മറുവശത്ത് കാണുന്നത് മനുഷ്യരെ നേടുവാൻ വേണ്ടി ശാന്തത കൈവരിക്കുന്ന ഒരു ദൈവവും. ഭയപ്പെടുവാനും അഥവാ ഭയപ്പെട്ടതുപോലെ ഓടുവാനും തോൽക്കുവാനും ഒരു കുഴപ്പവും കാണിക്കാതെ ദൈവത്തിന് കീഴടങ്ങിക്കൊടുക്കുന്ന പരിശുദ്ധ അമ്മയും. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പരിശുദ്ധ അമ്മയ്ക്ക് വളരെ നന്നായി അറിയാം തൻ്റെ കൈകളിലിരിക്കുന്ന കുഞ്ഞാരാണെന്ന്. പരിശുദ്ധ അമ്മ കണ്ടതാണ് ദൂതന്മാരെ, ദൂത സൈന്യ ഗണത്തെ. ഔസേപ്പിതാവ് കണ്ടതാണ് ദൂതന്മാരെ. യൗസേപ്പിതാവിനോട് സംസാരിച്ചതൊരു ദൂതനാണ്. ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന ശിശുവാണെന്ന് പറഞ്ഞു കൊടുത്തത് ഒരു ദൂതനാണ്. എന്നാൽ ആ ദൂതനോട് യൗസേപ്പിതാവ് ചോദിക്കുന്നില്ല, എന്തിന് ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകണമെന്ന്. മാതാവും ഔസേപ്പിതാവും ഓടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതാ തൊട്ടടുത്ത് കർത്താവിനെ തള്ളിക്കളയുന്ന നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നുണ്ടെങ്കിൽ ആ മക്കളെ നേടുവാൻ കർത്താവ് ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ കുടുംബത്തിലെ ദൈവരാജ്യ വിസ്തൃതി വളർത്തിയെടുക്കേണ്ടതിന് ശാന്തത ഒരു മാർഗമാക്കുക. പ്രിയമുള്ളവരെ,
സ്വർഗീയമായ ഒരു പ്രതികരണം സ്വായത്തമാക്കുക. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെതിരായി ചലിക്കുന്ന നാവുകളുണ്ടെങ്കിൽ ഈ ക്രിസ്മസിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം ആ നാവുകൾക്കെതിരെ ശക്തി പ്രയോഗിക്കുകയല്ല, ആ നാവുകൾക്കെതിരെ തിന്മയുടെ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദൂതന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശാന്തതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമീപനം നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് 3 തീരുമാനങ്ങൾ എടുക്കാം. ഒന്ന്, നമ്മൾ ഒരിക്കലും ഹെറോദേസിനെ പോലെയോ അവൻ്റെ പടയാളികളെ പോലെയോ യേശുവിനെ അനാദരിക്കുകയില്ല. 2, ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധ അമ്മയെപ്പോലെയും ഔസേപ്പിതാവിനെ പോലെയും നമ്മൾ ഇനി ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. പകരം ദൈവം പറഞ്ഞിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പരാജയത്തിൻ്റെയും എളിമയുടെയും സഹനത്തിൻ്റെയും മാർഗത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യാതെ അവനോട് സഹകരിക്കുന്നൊരു പ്രവൃത്തി നമ്മൾ ചെയ്യും. 3, നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ കർത്താവിനെതിരായി പ്രവർത്തിക്കുന്നത്, കർത്താവിനെ നിഷേധിച്ചു കളയുന്നത്, അവരെ നേടിയെടുക്കുന്നതിന് വേണ്ടി ദൈവദൂത ഗണങ്ങളോട് ചേർന്ന് വലിയ ശാന്തത നമ്മൾ അഭ്യസിക്കും. ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ശാന്തശീലർ കുടുംബം കൈവശപ്പെടുത്തും, ശാന്തശീലർ മനുഷ്യഹൃദയങ്ങളെ സ്വന്തമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ ജനനം മുതൽ സ്വർഗം വെളിപ്പെടുത്തുന്ന ശാന്തതയുടെ സമരമാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ കരുത്തുള്ളവരാണെങ്കിലും പരാജയപ്പെടുത്താൻ ശ്രമിക്കാതെ, ഞങ്ങൾ കരുത്തുള്ളവരാണെങ്കിലും തോൽപ്പിച്ച് കളയാൻ ശ്രമിക്കാതെ, ഹൃദയശാന്തതയോടെ വലിയ പ്രാർത്ഥനയോടെ അങ്ങയെ ചോദ്യം ചെയ്യാതെ അങ്ങയുടെ പദ്ധതികൾക്ക് അനുസൃതമായി മനുഷ്യ ഹൃദയങ്ങളെ നേടുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. അതിൻ്റെ മാർഗം ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.